അതെ നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് എന്താണ്? ബിസിനസ് ഇസ് വെരി ഈസി ആൻഡ് വി ആർ വിത്ത് യു. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോ ഈ ഒരു സ്റ്റെപ്പിലായിരിക്കണം നമ്മൾ മാജിക് വേർഡ്സ് യൂസ് ചെയ്യുന്നതിന്റെ അറ്റ് ദ എൻഡ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ബിസിനസ് ഇസ് വെരി ഈസി ആൻഡ് വി ആർ വിത്ത് യു. ആലോചിച്ച് നോക്കുക, ഈ ഒരു പ്രൊസീജിയറിലൂടെ പോകുന്ന സമയത്ത് ജസ്റ്റ് എ സ്കിൽ. ഇത് നമ്മൾ അദ്ദേഹത്തിന്റെ നീഡ് മനസ്സിലാക്കി നമ്മൾ അദ്ദേഹത്തിന് അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന കംഫർട്ടബിലിറ്റി നിങ്ങൾ നേരിട്ട് ബിസിനസ് പ്രസന്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ്. അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ ദ ഫൈനൽ സ്റ്റെപ്പ് ഇസ് നത്തിങ് ബട്ട് മൂവ് ടുവേർഡ്സ് ദ ഡ്രീം. അദ്ദേഹത്തിന്റെ ഡ്രീമിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യണം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടേ നിങ്ങൾ ബിസിനസ് പ്രസന്റേഷൻ ക്ലോസ് ചെയ്യാവൂ. ഞാനിവിടെ ഈസി ആയിട്ട് ചോദിക്കാറുണ്ട്, ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ റിസ്ക് ആയിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ പറഞ്ഞതിന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നല്ലത് ഫീൽ ചെയ്തിട്ടുള്ളത്? എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് എവിടേക്കാണോ വേണ്ടത് ആ രീതിയിലേക്ക് വേണം നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിലൊക്കെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ തീർച്ചയായും തുടക്കത്തിൽ ഹോട്ട് ബട്ടൺ പ്രസ് ചെയ്ത പോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടാവും, യെസ് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്റെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ സമയത്ത് ഇതിൽ റിസ്ക് ഇല്ല, ടെൻഷൻ ഇല്ല എന്നുള്ള പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാം. അദ്ദേഹത്തിന്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കാം. എപ്പോഴും ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഏതൊരു വ്യക്തിയെ സംസാരിച്ചാലും അദ്ദേഹത്തിന് ഒരു 7 to 8 കാറ്റഗറീസ് ഓഫ് ഡൗട്ട്സേ ചോദിക്കുള്ളൂ. ടൈം പ്രശ്നം, പൈസയുടെ പ്രശ്നം, അല്ലെങ്കിൽ കോണ്ടാക്ട്സിന്റെ പ്രശ്നം, ഇതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള സംശയങ്ങളൊന്നും വരില്ല. അപ്പോ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോ എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഫീൽ ഫെൽറ്റ് ഫൗണ്ട് എന്നുള്ളൊരു ടെക്നോളജി തീർച്ചയായും യൂസ് ചെയ്യാം. ഒരു വ്യക്തി സംസാരിക്കുകയാണ്, അല്ല ഇതിപ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്, ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം ഞാനും ഇതേ ഡൗട്ട് എനിക്കും വന്നിരുന്നു, ഇപ്പൊ എനിക്ക് ഫീൽ വന്നു, ഇതേ ഡൗട്ട് എനിക്കും വന്നു. ദെൻ ഞാൻ ഈ ബിസിനസിനെ പറ്റി സ്റ്റഡി ചെയ്ത സമയത്ത്, ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ സംസാരിച്ച സമയത്ത് അപ്പോ എനിക്ക് എന്ത് ഫീൽ ചെയ്തു? ഇതിൽ ഇന്ന ആൾക്കാർ വിജയിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ ഇന്നത് കണ്ടെത്തി, അപ്പൊ എനിക്കും അവരെ പോലെ ജീവിക്കാൻ സക്സസ്ഫുൾ ആകാൻ സാധിക്കും. ഫീൽ ഫെൽറ്റ് ഫൗണ്ട്, അത് അദ്ദേഹത്തിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാവുന്നതാണ്. അദ്ദേഹം പറയണ എനിക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ ഇത്ര സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഡെയിലി ഒരു 2 hours നിങ്ങൾക്ക് ഒരു 6 to 1 year സ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, 1 ലക്ഷം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ? പ്രൊഡക്റ്റ് എക്സ്പെൻസിനെ പറ്റി പറയുകയാണ്, അവിടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയാനായിട്ട് നിൽക്കേണ്ട സാധ്യതയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്. സെയിം ടൈം കമ്പയർ ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ് ടു ബ്രാൻഡ് കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ബെൻസിനെയും മാരുതിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ബെൻസ് എക്സ്പെൻസീവ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അതിന്റെ ബ്രാൻഡ് ടു ബ്രാൻഡ് നിങ്ങൾക്ക് ബെൻസും BMW തമ്മിൽ കമ്പയർ ചെയ്യാം. സോ നിങ്ങൾ വെസ്റ്റീജ് പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്ന സമയത്ത് കമ്പയർ ചെയ്യുമ്പോൾ അത് മാർക്കറ്റിൽ ചെയ്യുന്ന ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ്, അതിന്റെ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ എക്സ്പെൻസീവ്, വളരെ ഇതാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. പല ഡൗട്ട് ഉണ്ടാവും, എനിക്ക് ആൾക്കാരെ കിട്ടുമോ, അതല്ലെങ്കിൽ ഇങ്ങനെ പല ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ആൾക്കാരെ കിട്ടുകയാണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ കോൺടാക്ട്സിൽ എത്ര പേരുണ്ട്? നമുക്ക് ഇതിലൊരു 1 lakh ഇൻകം ഉണ്ടാകണമെങ്കിൽ 6 പേരേ ഉള്ളൂ, 6 പേരെ ആവശ്യമുള്ളൂ. അതിന് ഞങ്ങൾ ഫുള്ളായിട്ട് ഞങ്ങളുടെ ടീം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ബിലീവ് എപ്പോഴും ഒരു മീറ്റിംഗ് നിർത്തേണ്ടത് അദ്ദേഹത്തിന്റെ കൂടെ അടുത്ത മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടേ ഒരു മീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ഈ സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 6 പേര് റിക്വയർമെന്റ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരു 10 പേരെ ഇൻവൈറ്റ് ചെയ്തു. 10 പേരെ ഇൻവൈറ്റ് ചെയ്ത് തീർച്ചയായും വിളിക്കുക. കാരണം 10 പേരെ ഇൻവൈറ്റ് ചെയ്താൽ 5 പേരെ വരാൻ സാധ്യതയുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്ക് തിരക്കുണ്ടാവും. അപ്പോ ഞങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അപ്പോ നെക്സ്റ്റ് മീറ്റിംഗ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു വേണ്ടിയിട്ട് വിന്നിംഗ് ടീമിന്റെ ഒട്ടനവധി ടേപ്പുകൾ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്, ബുക്കുകൾ പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. വിന്നിംഗ് ടീമിന്റെ മലയാളത്തിലുള്ള ഏസ ബിസിനസ് കഹ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അടുത്ത 2 മണിക്കൂറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സപ്പോസ് ഹസ്ബൻഡ് ആൻഡ് വൈഫുമായിട്ട് ഒരുമിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രൊഡക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഹസ്ബൻഡിന്റെ അടുത്ത് മാത്രം സംസാരിച്ച് വൈഫിന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും കയറി ചെല്ലുമ്പോൾ അദ്ദേഹം അടുത്ത് അടുക്കളേക്ക് കയറി ചെല്ലുമല്ലോ, ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ചില സമയത്ത് വൈഫിന്റെ കമന്റ് നെഗറ്റീവ് ആണെങ്കിൽ അതോടുകൂടി ആ പ്രൊജക്ട് അവിടെ ഫ്ലോപ്പ് ആയി.
പലപ്പോഴും റീസെന്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ലേഡി വന്നു, ഞാൻ അവരുടെ അടുത്ത് ബിസിനസ് സംസാരിച്ചു, അവർ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സോറി എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ അടുത്തല്ല ഞാൻ സംസാരിച്ചത്. അതേ സമയത്ത് അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ബിസിനസ് പറഞ്ഞ ഉടനെ തന്നെ അവരുടെ ഫാമിലിയായിട്ട് സംസാരിക്കാനുള്ള അപ്പോയിന്റ്മെന്റ് ഞാൻ എടുത്തിരുന്നെങ്കിൽ റിസൾട്ടേ വേറെ ആകുമായിരുന്നു. അപ്പോ നമ്മളൊരു ബിസിനസ് പ്രസന്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള നെക്സ്റ്റ് 2 hours വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് അവരെ എൻഗേജ് ചെയ്ത രീതിയിൽ നമ്മൾ ടൂൾസ് കൊടുത്തിരിക്കണം. ആസ് ആ ബിസിനസ് കഹ, ഈ ബിസിനസിനെ പറ്റിയിട്ട് വളരെ ലോജിക്കൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്കാണ്. അത് മലയാളത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് അവരുടെ അടുത്ത് കൊടുത്തിട്ട് പോകാം. അറ്റ് സെയിം ടൈം പറയാം, ഇത് എനിക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ചെയ്ത് എൻ്റെ ഉള്ളൂ, എനിക്കിത് ആവശ്യമുണ്ട്, ഞാൻ ഇത്രാം തീയതി വന്നിട്ട് അത് വാങ്ങിക്കാം, അല്ലെങ്കിൽ നാളെ വന്നിട്ട് ഞാനത് വാങ്ങിക്കാം. തീർച്ചയായും അതിന് മുമ്പ് ഇത് വായിച്ചത് തീർക്കണം. നിങ്ങൾക്കൊരു വീഡിയോ ഷെയർ ചെയ്യാം. സക്സസ് പ്രൊഫൈൽ ആയിട്ടുള്ള ആൾക്കാർ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ചോദിക്കുക, ഇതൊന്ന് ഇന്ന് തന്നെ കണ്ടു തീർക്കുക. കാരണം എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്, നാളെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇത് കണ്ടു തീർത്തേ നന്നായിരിക്കും. ടൂൾസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരിക്കലും മടിക്കരുത്. കാരണം നിങ്ങളൊരു ബിസിനസ് ആണ് ചെയ്യണത്. നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയിട്ട് അവിടെ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനും ഇഷ്ടമുള്ള 4-5 ഡ്രസ്സ് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഏത് ഡ്രസ്സാണ് അവിടെ വാങ്ങിച്ചു വെക്കുക, നാട്ടുകാർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് നിങ്ങളവിടെ വാങ്ങിച്ചു വെക്കുക. അത് വാങ്ങിച്ചു വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റൈൽ ബിസിനസ് ഫ്ലോപ്പ് ആവും എന്നുള്ളത് ഉറപ്പാണ്. ദെൻ വെസ്റ്റീജും ബിസിനസ് അല്ലേ. ഇവിടെ നമ്മൾ വിന്നിംഗ് ടീമിന്റെ മാക്സിമം ടൂൾസ് വാങ്ങിച്ചു വെച്ച് അത് മാക്സിമം പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾ ഡെപ്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടീമിന്റെ താഴെകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടൂൾസ് ആര് കൊടുക്കണം? നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ടേക്ക് ചെയ്യുക. നിങ്ങളത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കണം, ഈശ്വര ഈ എസ് ആ ബിസിനസ് 50 രൂപയുള്ളൂ, ഈ 50 രൂപ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എത്ര രൂപ പോകും? നിങ്ങൾ മേ ബി ഒരു 2000 രൂപ ചെലവഴിച്ചാലും അതിൽ നിന്ന് 2 പേര് കേട്ടോ, ഒരു വ്യക്തി സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബിലീവ് മീ, അതിൽ നിന്ന് ലക്ഷങ്ങളുടെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഈ ടൂൾസ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും. സോ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ബിസിനസ്. ഇവിടെ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. പക്ഷെ ഇതേ സ്റ്റെപ്പുകൾ നിങ്ങൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇരുന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ യു ക്യാൻ സീ ദ മാജിക്. ഹ്യൂജ് മൊമെന്റം നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ സ്റ്റെപ്സ്. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. പക്ഷെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി ഡീൽ ചെയ്യാൻ തുടങ്ങുന്ന സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ടീമിൽ കൂടുതൽ പേര് ആക്റ്റീവ് ആവും നിങ്ങൾക്ക് കാണാം. ഇത് ഒരു ആധാർ കളക്ഷൻ ബിസിനസ് അല്ല. നിങ്ങൾ കുറെ പേരുടെ ആധാർ നമ്പർ കളക്ട് ചെയ്ത് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ബിസിനസ് മോഡൽ അല്ല. ദിസ് ഈസ് എ ബിസിനസ് വേർ ലീഡർഷിപ്പ് ഷുഡ് ബി ക്രിയേറ്റഡ്. നിങ്ങളൊരു ലീഡറായിട്ട് മാറുകയും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ ഡ്രീംസ് ഐഡന്റിഫൈ ചെയ്ത് അവരൊരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് റിയൽ ബിസിനസ്. അവരുടെ ഡ്രീംസ് മനസ്സിലാക്കി കൊണ്ടുവരുന്ന പ്രൊസീജിയറാണ് ഞാൻ ഈ സംസാരിച്ചത്. ഈ ഡ്രീം എക്സസൈസ് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ നിങ്ങളെ സംബന്ധിച്ചുള്ള ഈ ബിസിനസ് ചെയ്യുക സിമ്പിൾ. ഇതിലിപ്പോ എന്തല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ജോയിനിങ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് പോലും കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എവിടെ പോയാലും ഈ ബിസിനസ് ശരിയായ രീതിയിൽ നോക്കിയാൽ മതി. ബസ്സിൽ ട്രാവൽ ചെയ്താൽ ജോയിനിങ് ബിസിനസ് വരും. എവിടെ ട്രാവൽ ചെയ്താലും ഓട്ടോമാറ്റിക് ആൾക്കാർ കണക്ട് ആവുന്ന കാണാം. സോ ബിലീവ് മീ, ഫോളോ ദി സ്റ്റെപ്സ്. ഈ ഡ്രീം എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടുന്ന് നിങ്ങളുടെ ബിസിനസിനെ ഹ്യൂജ് ടേക്ക് ഓവറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റെപ്പുകളാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വിഷ് യു ഹ്യൂജ് ബിസിനസ്. ഗോ ക്രൗൺ 2024. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബാക്ക് ടു ഹോസ്റ്റ്. യെസ്, താങ്ക് യു സുധീർ സാർ. എന്തായാലും ഇന്ന് നമുക്ക്